നഗരങ്ങളിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരുടെ കൺസൾട്ടിംഗ് റൂമുകൾക്ക് മുന്നിലും നാം കണ്ടുമുട്ടുന്നവരിൽ ഒരു വലിയ വിഭാഗം പ്രവാസികളാണ്. ഗൾഫുകാരനെന്ന അഭിമാനത്തെക്കാളേറെ രോഗങ്ങളെക്കുറിച്ചുള്ള ഭയാശങ്കകൾ നിറഞ്ഞ മുഖമുള്ളവരാണ് അതിലധികവും. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, വൃക്കയിലെ കല്ല്, മറ്റ് മൂത്രാശയ രോഗങ്ങൾ, നടുവേദന എന്നു തുടങ്ങി നിരവധി രോഗങ്ങളാണ് ഇന്ന് പ്രവാസികളായ മലയാളികളെ നിരന്തരം അലട്ടുന്നത്. ഗൾഫ് നാടുകളിലെ താങ്ങാനാവാത്ത ചികിത്സാ ചെലവുകളും വിദഗ്ധ ഡോക്ടർമാരുടെ ലഭ്യത കുറവും മൂലം പ്രവാസികളിൽ അധികവും ലീവിന് നാട്ടിൽ വരുമ്പോഴാണ് ചികിത്സയ്ക്കായി ഡോക്ടർമാരെ തേടിയെത്തുന്നത്. കനത്ത ചൂടും ജോലിത്തിരക്കിനിടയിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നതിനാൽ ആദ്യകാലങ്ങളിലൊക്കെ മൂത്രാശയ രോഗങ്ങളാണ് ഗൾഫ് മലയാളികളെ പിടികൂടിയിരുന്നത്. എന്നാൽ അടുത്ത കാലത്തായി ഭക്ഷണശീലത്തിലും ജീവിതശൈലിയിലും വന്ന മാറ്റങ്ങളുടെ തോതനുസരിച്ച് നിരവധി രോഗങ്ങളാണ് ഇക്കൂട്ടരെ കാത്തിരിക്കുന്നത്. പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, പൊണ്ണത്തടി എന്നീ രോഗങ്ങളുടെ കൂട്ടായ്മയായ മെറ്റബോളിക് സിൻഡ്രോം എന്ന ന്യൂ ജനറേഷൻ രോഗത്തിന്റെ ലക്ഷണങ്ങളുമായാണ് മിക്ക പ്രവാസികളും ചികിത്സ തേടിയെത്തുന്നത്. തെറ്റായ ജീവിതശൈലിയോടൊപ്പം രോഗത്തെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ കഴിയാതെ വരുന്നതാണ് ഇവരെ പിന്നീട് നിത്യരോഗികളാക്കി മാറ്റുന്നത്. രോഗം വന്ന് ചികിത്സിക്കുന്നതിന് പകരം രോഗം വരാതെ നോക്കുന്നതാണ് ഫലപ്രദം എന്ന കേട്ടുപഴകിയ ഉപദേശം തന്നെയാണ് ഇക്കാര്യത്തിലും ആരോഗ്യരംഗത്തുള്ള വിദഗ്ധർക്ക് പറയാനുള്ളത്. കൃത്യമായ ഇടവേളകളിൽ നടത്തുന്ന മെഡിക്കൽ ചെക്കപ്പുകളിലൂടെ ഒട്ടുമിക്ക രോഗങ്ങളെയും നേരത്തെ തന്നെ കണ്ടെത്താനാവും. മെഡിക്കൽ ചെക്കപ്പുകളുടെ ഭാഗമായി നടത്തുന്ന ടെസ്റ്റുകളിലൂടെ ഭാവിയിൽ വരാനിരിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള സൂചനയും ലഭിച്ചേക്കാം. മുമ്പ് 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ് പതിവായ മെഡിക്കൽ ചെക്കപ്പുകൾ നിർദ്ദേശിച്ചിരുന്നെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ വ്യാപകമായ ഇക്കാലത്ത് 35 കഴിഞ്ഞാലുടൻ തന്നെ ആവശ്യമായ വൈദ്യ പരിശോധനകൾ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇന്ന് നാട്ടിൻപുറങ്ങളിലെ ചെറുകിട ആശുപത്രികളിൽ പോലും മെഡിക്കൽ ചെക്കപ്പിനുള്ള സൗകര്യങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. നഗരങ്ങളിലെ വൻകിട ആശുപത്രികളിൽ പ്രവാസികൾക്ക് മാത്രമായി NRI ഡെസ്കുകൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. രക്തം, മൂത്രം, മലം എന്നിവയുടെ സമ്പൂർണ്ണ പരിശോധന, ഹൃദയത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുന്ന ECG, നെഞ്ചിന്റെ എക്സ്റേ, കരളിന്റെയും വൃക്കകളുടെയും രോഗനിർണയം നടത്തുന്ന LFT, RFT തുടങ്ങിയ ടെസ്റ്റുകൾ അടങ്ങിയ മിനി ഹെൽത്ത് ചെക്കപ്പ് ഇന്ന് മിക്ക ആശുപത്രികളിലും ലഭ്യമാണ്. ഈ ചെക്കപ്പുകളിലൂടെ സാധാരണ കണ്ടുവരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കും. ഈ പരിശോധനകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മതിയാവും. കുറെ കൂടി സൂക്ഷ്മമായ പരിശോധനകൾ അടങ്ങിയ ജനറൽ ഹെൽത്ത് ചെക്കപ്പിൽ മിനി ചെക്കപ്പിലെ ടെസ്റ്റുകൾക്ക് പുറമെ വയറിന്റെ അൾട്രാസൗണ്ട് സ്കാനിംഗ്, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവുമുള്ള രക്തപരിശോധന, വേർതിരിച്ചുള്ള കൊളസ്ട്രോളും ചില ജനിതക രോഗങ്ങളും പാൻക്രിയാസിന്റെ പ്രവർത്തനങ്ങളും അറിയാനുള്ള ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എന്നിവ കൂടി അടങ്ങിയവയാണ് ഇവ. ചില ആശുപത്രികൾ ഇതിനു പുറമെ സ്ത്രീകൾക്കുള്ള ഗർഭാശയ ക്യാൻസർ പരിശോധനയും ലഭ്യമാണ്. ഇത്തരം പരിശോധനകളുടെ കൂടെ ഹൃദയാരോഗ്യത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പരിശോധനകളായ എക്കോ ടെസ്റ്റ്, TMT ടെസ്റ്റ് എന്നിവ അടങ്ങിയ മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പുകളിലും പരിശോധനകൾ ജീവിതശൈലി രോഗങ്ങളുടെ സൂചനകൾ ഉണ്ടെങ്കിൽ ന്യൂട്രീഷന്റെയോ ഡയറ്റീഷ്യന്റെയോ സേവനവും ലഭിക്കും. സ്തനം, ഗർഭാശയം എന്നിവിടങ്ങളിലെ അർബുദങ്ങൾ, ഗർഭാശയ മുഴകൾ, അണ്ഡാശയ മുഴകൾ എന്നിവ തുടക്കത്തിലേ അറിയുന്നതിനുള്ള വിവിധതരം സ്കാനിങ്ങുകൾ, മാമോഗ്രാഫി, പാപ്സ്മിയർ ടെസ്റ്റ് എന്നീ സ്ത്രീകൾക്കുള്ള പരിശോധനകൾ അടങ്ങിയ പ്രത്യേക പാക്കേജുകളും ചില ആശുപത്രികളിൽ ലഭ്യമാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ആശുപത്രികളിൽ ഇത്തരം ചെക്കപ്പുകൾക്കായി ചെലവിടുന്നതിന്റെ 10% നൽകിയാൽ നമ്മുടെ നാട്ടിലെ മികച്ച ആശുപത്രികളിൽ പോലും ഇവ ലഭ്യമാവും. പാരമ്പര്യമായി പ്രമേഹം, ഹൃദ്രോഗം, അർബുദം തുടങ്ങി രോഗങ്ങൾ ഉള്ളവർ തീർച്ചയായും 35 വയസ്സ് കഴിഞ്ഞാലുടൻ പതിവായി പരിശോധനകൾ നടത്തി തുടങ്ങണം. ഇത്തരം പരിശോധനകളിലൂടെ രോഗങ്ങളോ രോഗം പിടിപെടാനുള്ള സാധ്യതയോ കണ്ടെത്തിയാൽ ഉടൻ ചികിത്സ ആരംഭിക്കുകയും ഭക്ഷണത്തിലും മറ്റ് ജീവിതശൈലികളിലുമുള്ള മാറ്റങ്ങളും വരുത്തണം. മാരകമായി തീരാവുന്ന ഹൃദയത്തിന്റെയും കരളിന്റെയും വൃക്കയുടെയും തകരാറുകൾ, അർബുദം, പ്രമേഹം തുടങ്ങി രോഗം വരാനുള്ള സാധ്യതകൾ കണ്ടെത്താനായാൽ ഭക്ഷണ ക്രമീകരണം, വ്യായാമം, വിശ്രമം എന്നിവയിലൂടെ മരുന്നുകളില്ലാതെ തന്നെ രോഗങ്ങളെ തടയാനാവും. എന്നാൽ ഭൂരിപക്ഷം പ്രവാസികളും രോഗം വരും മുമ്പ് ഇത്തരം പരിശോധനകൾ നടത്തുന്ന കാര്യത്തിൽ വിമുഖരാണ്. തടിയും തൂക്കവും ഉള്ളവർക്കെല്ലാം ആരോഗ്യമുണ്ടെന്ന നാട്ടിൻപുറ കാഴ്ചപ്പാട് മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് മിക്ക പ്രവാസികളും. നാട്ടിലെ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും ചികിത്സയ്ക്കും മറ്റും നിർലോഭം പണം അയച്ചു കൊടുക്കുന്ന ഇവർ സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കുന്നവരല്ല.
1-2 മാസത്തെ ലീവിന് നാട്ടിലെത്തുന്ന പ്രവാസികൾ ഗുരുതര രോഗങ്ങളൊന്നുമില്ലെങ്കിൽ സ്വന്തം ആരോഗ്യം മറന്ന് വീടുപണി, മക്കളുടെ വിവാഹം, ബന്ധുസന്ദർശനം, വിനോദയാത്ര തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലീവ് തീരാൻ നേരത്തെ മാത്രമാണ് ഇത്തരം ടെസ്റ്റുകൾക്കായി ആശുപത്രികളെ സമീപിക്കുന്നത്. ജോലിസ്ഥലത്തേക്ക് മടങ്ങുന്നതിന് തൊട്ടു മുമ്പായി നടത്തുന്ന ഹെൽത്ത് ചെക്കപ്പുകളിലൂടെ രോഗനിർണയം സാധ്യമായാൽ പോലും ഫലപ്രദമായ ചികിത്സ നടത്താൻ ഇക്കൂട്ടർക്ക് സമയമുണ്ടാവില്ല. ഇതും രോഗവിമുക്തിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഓരോ പ്രവാസിയും കൃത്യമായ ഇടവേളകളിൽ ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തേണ്ടതുണ്ട്. ലീവിന് നാട്ടിലെത്തിയാൽ കഴിയുന്നത്ര നേരത്തെ ഹെൽത്ത് ചെക്കപ്പുകൾക്ക് വിധേയരാവുകയും രോഗങ്ങൾ കണ്ടെത്തിയാൽ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചികിത്സ എടുക്കാൻ തയ്യാറാവുകയും വേണം.